ബ്രേക്കിംഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച രോഗികൾ. കാലൊടിഞ്ഞ വയോധികയ്ക്ക് ശസ്ത്രക്രിയയ്ക്കായി ചെലവായത് 85,000 രൂപയാണ്. കുത്തിവയ്ക്കാൻ സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നു. കൊല്ലം ആയൂർ അകമൺ സ്വദേശി ചെല്ലമ്മയ്ക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ഉപകരണങ്ങൾ വാങ്ങി നൽകിയിട്ടും ശസ്ത്രക്രിയ നടത്തിയത് 10 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് ചെല്ലമ്മയുടെ മകൻ റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി. എനിക്ക് അവിടെ ഇഞ്ചക്ഷൻ്റെ ഒരു സിറിഞ്ച് പോലും ഞാൻ അവിടെ നിന്ന് വാങ്ങേണ്ടി വന്നായിരുന്നു. ഇത്രയും മെഡിസിൻ, ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാം പുറത്തുനിന്ന് മേടിച്ചു. ഒരു സാധനം എനിക്ക് തന്നിട്ടില്ല അവിടുന്ന്. ആകപ്പാട് അവിടെ തന്നേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടാനുള്ള കാര്യം മാത്രമേ തന്നു. ബാക്കി ഒരു മെഡിസിനും എനിക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ല. അത്ര ബുദ്ധിമുട്ട് അവിടെ ഓരോ രോഗിക്കും ഉണ്ട്. ഓരോ രോഗി എൻ്റെ അമ്മയുടെ മാത്രമല്ല. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും അഡ്മിനിസ്ട്രേഷന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരാണെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോപിച്ചു. അന്വേഷണ സമിതിയെ നിയമിച്ചതിൽ തൃപ്തനാണ് എന്നും എല്ലാ കാര്യങ്ങളും സമിതി മുമ്പാകെ പറയുമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഫോൺ വഴി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കളും നിരവധി ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെട്ട് ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ. പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള വിജ്ഞാനം ഉള്ളതല്ല. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. ദിലീപ് ദേവസിയും TV പ്രസാദും അരുൺ സോളമനുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം രോഗിയുടെ മകന്റെ വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങളുമായി ദിലീപ് ദേവസിയുണ്ട്. ദിലീപ്, കൊല്ലത്തുനിന്നുള്ള ഒരു പ്രായമേറിയ ഒരു സ്ത്രീക്കാണ് ദുരനുഭവം ഉണ്ടായത്. അവരുടെ മകനാണല്ലോ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എപ്പോഴാണ് ഈ സംഭവം? ഓപ്പറേഷൻ വൈകി 10 ദിവസം വൈകിട്ടാണ് 85,000 രൂപ ചെലവായി എന്നടക്കമുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. എന്താണ് ഈ മകൻ വ്യക്തമാക്കുന്നത് ദിലീപ്? സ്മൃതി, ഈ മാസം 12-ാം തീയതിയാണ് ചെല്ലമ്മ വീട്ടിൽ വീഴുന്നത്. ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുകയും അവിടെ നിന്ന് ഇത് 3 ആഴ്ച കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. തുടയലിന് പൊട്ടിയതിനെ തുടർന്നായിരുന്നു ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ അതിൻ്റെ സൗകര്യങ്ങളില്ല, 3 ആഴ്ച കാത്തിരിക്കണം എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആ വേദനയുമായിട്ടാണ് അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ വെളിപ്പെടുത്തലുകളിന് സമാനമായ, അത് തെളിയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഈ മകൻ വെക്കുന്നു. അതായത് ഒരു സിറഞ്ച് പോലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നു. ഈ അമ്മയുടെ കാലൊടിഞ്ഞതുമായി ബന്ധപ്പെട്ട്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ദരിദ്രരായ ഒരു കുടുംബം അവിടെ എത്തിയപ്പോൾ ചിലവായത് 85,000 രൂപയാണ്. സിറഞ്ച് അടക്കം വാങ്ങിക്കൊടുത്തു. ഡോക്ടർമാർ പറയുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ഒരു കെട്ട് ബില്ലാണ് ഇപ്പോൾ എത്തിച്ചത്. അവിടെ എത്തിയിട്ട് കഴിഞ്ഞിട്ട് പോലും 10 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഓപ്പറേഷൻ അടക്കം നൽകിയത്. ഈ ഓപ്പറേഷൻ നടന്നു വരുമ്പോൾ തന്നെ വലിയ കഷ്ടപ്പാടുകൾ, വലിയ കടം ഏറിയ കഥകളാണ് ഇപ്പോൾ ഈ ചെല്ലമ്മയുടെ മകൻ ബാബു പറഞ്ഞത്. കിണർ പണിക്കാരനായ ബാബുവിന് താങ്ങാൻ കഴിയാത്തതായിരുന്നു ചിലവെന്നും, മാത്രമല്ല തൻ്റെ അമ്മ കിടന്ന ബെഡിന് തൊട്ടടുത്തുള്ള ആളുകളുടെയൊക്കെ അവസ്ഥയും സമാനമായിട്ടുള്ളതാണ്. പല ആളുകളും പുറത്തുനിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങിയ ഉപകരണങ്ങൾ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ വാർത്തയിലേക്ക് വീണ്ടും വരാം.